നമസ്കാരം. മെസ്സിയുടെ പേരിൽ നടന്ന തട്ടിപ്പിൽ അറിഞ്ഞതിലും എത്രയോ അധികമാണ് ഇനി അറിയാനുള്ളത്. ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മെസ്സിയുടെ പേരിൽ നടന്ന സാമ്പത്തിക ക്രമക്കേടിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. സ്പോൺസർ വൻതോതിൽ ധനസമാഹരണം നടത്തിയെന്ന് GST വകുപ്പ്. പുറത്തുള്ള 2 സ്ഥാപനങ്ങളിൽ നിന്നായി സ്പോൺസറുടെ അക്കൗണ്ടിലെത്തിയത് 206 കോടിയിലേറെ രൂപ. സംസ്ഥാനത്തെ അടുത്ത ജില്ലയായി മൂവാറ്റുപുഴ പരിഗണനയിലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഡീലിമിറ്റേഷനായി കമ്മീഷൻ ഉടനെന്ന് മുഖ്യമന്ത്രി. പാലക്കാട് റെയിൽവേ വിഭജനത്തിൽ പ്രതിഷേധം കടുപ്പിക്കാൻ MP മാർ. തിരുവോണനാളിൽ പാലക്കാട് ഡിവിഷന് മുന്നിൽ ഉപവാസം. സംസ്ഥാനത്തിന് വരുമാന തകർച്ചയുണ്ടാകുമെന്ന് MP മാർ. ED കേസിലെ പ്രതികൾ പോലീസ് സ്റ്റേഷനിൽ ഓണം ആഘോഷിച്ചതിൽ പോലീസിന് ഗുരുതര വീഴ്ച പറ്റിയതായി സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. ഒത്താശ ചെയ്തോ എന്ന് വിശദമായി അന്വേഷിക്കും. റിപ്പോർട്ട് IG-ക്ക് കൈമാറും. സംഭവത്തിന് പിന്നിൽ ഭരണം മാറിയത് അറിയാത്ത പോലീസ് ഉദ്യോഗസ്ഥരെന്ന് മന്ത്രി K മുരളീധരൻ. ED-യുടെ കാര്യത്തിൽ കോൺഗ്രസിന് അന്നും ഇന്നും ഒരേ നിലപാടെന്നും മന്ത്രി. മാസപ്പടി കേസ് രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ കോഴിക്കോട് വൈകിട്ട് CPM-ന്റെ വിശദീകരണ യോഗം. ഒഡീഷയിൽ നിന്ന് സിംഗപ്പൂരിലേക്ക് പുറപ്പെട്ട ചരക്കുകപ്പൽ മുങ്ങി. 22 പേരെ കാണാതായി. 2 പേരെ രക്ഷിച്ചതായി കോസ്റ്റ് ഗാർഡ്. കപ്പലിൽ ഉണ്ടായിരുന്നത് 24 ജീവനക്കാർ. ബംഗാൾ ഉൾക്കടലിൽ അപകടത്തിൽപ്പെട്ടത് MV ഓഷ്യൻ വിന്നർ. ഗുരുവായൂരിൽ ഇന്ന് റെക്കോർഡ് വിവാഹങ്ങൾ. ബുക്ക് ചെയ്തത് 437 വിവാഹങ്ങൾ. ചടങ്ങുകൾ തുടങ്ങിയത് പുലർച്ചെ 4 മണി മുതൽ. ഒരു ദിവസം ഇത്രയധികം വിവാഹം ചരിത്രത്തിലാദ്യം. ശ്രീലങ്കയ്ക്കെതിരായ ടെസ്റ്റ് പരമ്പര പിടിക്കാൻ ഇന്ത്യ. 2ാം മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ബാറ്റ് ചെയ്യുന്നു. 2 വിക്കറ്റ് നഷ്ടമായി. മെസ്സിയെ കേരളത്തിലെത്തിക്കാമെന്നതിന്റെ പേരിൽ സ്പോൺസർ നടത്തിയത് വലിയ തട്ടിപ്പാണ് എന്ന് നേരത്തെ പുറത്തു വന്നതാണ്. അതിന്റെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നത്. സ്പോൺസർ വൻതോതിൽ ധനസമാഹരണം നടത്തിയെന്നാണ് GST വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത്. പുറത്തുള്ള 2 സ്ഥാപനങ്ങളിൽ നിന്ന് സമാഹരിച്ച തുകയാണ് സ്പോൺസർ കൈമാറിയതെന്നും GST അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. മെസ്സിയെയും ടീമിനെയും കേരളത്തിലെത്തിക്കാമെന്നതിന്റെ പേരിൽ സ്പോൺസറായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി വലിയ തോതിൽ പുറത്തുനിന്നും ധനസമാഹരണമാണ് നടത്തിയത്. പുറത്തുനിന്നുള്ള 2 സ്ഥാപനങ്ങളിൽ നിന്നും 206 കോടി രൂപ സ്പോൺസറുടെ അക്കൗണ്ടിലേക്ക് എത്തി. ഇതിന് വായ്പാ രേഖയോ നികുതി രേഖകളോ ഇല്ല. അക്കൗണ്ടിലെത്തിയ പണം സ്പോൺസർ ഉടൻ തന്നെ കൈമാറ്റം ചെയ്തു. പണം കൈമാറ്റത്തിൽ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വേണമെന്നും GST റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നു. ഫെമ ചട്ടങ്ങളുടെ ലംഘനം അന്വേഷണ വിധേയമാക്കണം. സ്പോൺസറുടെ അക്കൗണ്ട് ഇടനില അക്കൗണ്ടായി പ്രവർത്തിച്ചോ എന്ന സംശയവും GSTക്കുണ്ട്. അക്കൗണ്ട് വിവരങ്ങൾ വിശദമായി ശേഖരിച്ച GST പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാനത്തെ അടുത്ത ജില്ലയായി മൂവാറ്റുപുഴ പരിഗണനയിലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഉടൻ ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മൂവാറ്റുപുഴ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ത്രിവേണി ഓണം ആഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. മലപ്പുറം വിഭജിച്ച് പുതിയ ജില്ല രൂപീകരിക്കണമെന്ന ആവശ്യം നിലനിൽക്കുമ്പോഴാണ് മുഖ്യമന്ത്രി മൂവാറ്റുപുഴയെ പരാമർശിച്ചത്. എനിക്ക് മൂവാറ്റുപുഴക്കാരെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മൂവാറ്റുപുഴ ജില്ല എന്ന് പറയുമ്പോൾ എനിക്കൊരു ചെറിയ വിഷമം വന്നു. കാരണം എൻ്റെ ജില്ലയിൽ നിന്ന് മൂവാറ്റുപുഴ വേറിട്ട് പോകുമെന്നല്ല. എന്നാലും ആ കാര്യം കൂടി ഗൗരവമായി പരിശോധിക്കുന്നുണ്ട്. ഒരു ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഈ ഗവൺമെന്റ് കൊണ്ടുവരും. ആ കാര്യത്തിൽ ഇതുകൂടി ഉറപ്പായിട്ട് പരിഗണിക്കും. MLA സംസാരിച്ചപ്പോൾ മൂവാറ്റുപുഴയുടെ സങ്കടങ്ങളെ കുറിച്ച് പറഞ്ഞു. ഒരുപാട് നാളുകൾ പാർശ്വവൽക്കരിക്കപ്പെട്ടതിനെ കുറിച്ച് പറഞ്ഞു. പ്രതികാര ബുദ്ധിയോടുകൂടി ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തി നിർത്തിയതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഒറ്റ വാചകം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എല്ലാ സങ്കടങ്ങളും എല്ലാ വിഷമങ്ങളും മാറ്റും. പിന്നെ നമുക്കൊരു കാര്യം നഷ്ടം വന്ന നമ്മൾ ആഗ്രഹിക്കുന്നത് അതിന്റെ പലിശ സഹിതം കിട്ടണമെന്നാണ്. അതിന്റെ പലിശ സഹിതം മൂവാറ്റുപുഴയ്ക്ക് തരും.
ED കേസിലെ പ്രതികൾ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ ഓണാഘോഷ പരിപാടിയിൽ റീൽസ് ചിത്രീകരിച്ചതിൽ ഉദ്യോഗസ്ഥർക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചതായാണ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. പോലീസ് ഒത്താശ ചെയ്തോ എന്നതിലടക്കം വിശദമായ അന്വേഷണം വേണം എന്നും റിപ്പോർട്ട് നിർദ്ദേശിക്കുന്നുണ്ട്. ഒരേ കളർ ഷർട്ട് ധരിച്ചതിൽ പോലീസിന് അറിവില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കമ്മീഷണർക്ക് സമർപ്പിച്ച റിപ്പോർട്ട് നടപടികൾക്കായി IG-ക്ക് കൈമാറും. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ പ്രതികളായ 24 പേരാണ് ഒപ്പിടുന്നതിനായി ശനിയാഴ്ച മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെത്തിയത്. മുൻ കൗൺസിലർ IP ബിനു, ഉണ്ണി എന്നിവരാണ് സ്റ്റേഷനിലെത്തി ഊഞ്ഞാലാടിയും ചെണ്ടകൊട്ടിയും മറ്റും റീൽസ് എടുത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇട്ടത്. പോലീസ് ധരിച്ച അതേ നിറത്തിലുള്ള ഷർട്ട് പ്രതികളിൽ ചിലർ ധരിച്ചിരുന്നു. പോലീസുകാർ ഈ ചെയ്തികൾ തടയാനോ വിലക്കാനോ തയ്യാറായില്ലെന്നും ഗുരുതര വീഴ്ചയുണ്ടായെന്നുമാണ് സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണ റിപ്പോർട്ട്. ഒരേ കളർ ഷർട്ട് ധരിച്ചത് പോലീസിന്റെ അറിവോടെയല്ലെന്നും SHO പ്രശാന്ത് എത്തി ഒപ്പിടാനെത്തിയ പ്രതികളുമായി സംസാരിച്ചതിന് ശേഷവും ഇവർ റീൽസ് ചിത്രീകരിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു. ഇക്കാര്യത്തിൽ SHOയ്ക്കും വീഴ്ച സംഭവിച്ചതായാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ഈ റിപ്പോർട്ട് ശരിവെച്ചാണ് സിറ്റി പോലീസ് കമ്മീഷണർ അരുൾ B കൃഷ്ണ IG-ക്ക് തുടർ നടപടിക്ക് റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നത്. പ്രതികളെ പോലീസ് ബോധപൂർവം വിളിച്ചു വരുത്തിയതാണോ എന്ന കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തണം. 68 ഷർട്ടുകളാണ് പാളയത്തെ ഒരു ടെക്സ്റ്റൈൽസിൽ നിന്നും പോലീസുകാർ ഒരുമിച്ച് വാങ്ങിയത്. അത് പൂർണ്ണമായും അവിടെയുള്ള പോലീസുകാർക്ക് നൽകിയിട്ടുണ്ട്. പ്രതികൾക്ക് വസ്ത്രം വാങ്ങി നൽകിയതിൽ തെളിവുകൾ ലഭിച്ചിട്ടില്ല. അതേസമയം റീൽസ് ചിത്രീകരണം തടയാഞ്ഞതിൽ സ്റ്റേഷനിലെ പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടായേക്കും. പോലീസുകാരുമായി അടുപ്പമുണ്ടെന്ന് വരുത്തി സാക്ഷികളെ സ്വാധീനിക്കാനുള്ള ശ്രമമാണ് പ്രതികൾ നടത്തിയതെന്നാണ് സംശയം. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി പ്രതികളുടെ ജാമ്യം റദ്ദ് ചെയ്യുന്നതിന് പോലീസ് തിങ്കളാഴ്ച കോടതിയെ സമീപിച്ചേക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ ED കേസ് പ്രതികളുടെ ഓണാഘോഷത്തിൽ പ്രതികരണവുമായി മന്ത്രി K മുരളീധരൻ. ഭരണം മാറിയതറിയാത്ത ചില പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇതിന് പിന്നിലെന്നും കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കോൺഗ്രസുകാരെ സ്റ്റേഷനിൽ മർദ്ദിച്ച പോലീസുകാരാണ് ആഘോഷത്തിന് നേതൃത്വം നൽകിയതെന്നും മന്ത്രി പറഞ്ഞു. ഭരണം മാറിയതറിയാത്ത ഉദ്യോഗസ്ഥന്മാർ ഇപ്പോഴും ഉണ്ട് പോലീസ്. അതിൻ്റെ ദോഷമാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നടപടി പോലീസ് സ്വീകരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇദ്ദേഹത്തിന് മുണ്ടും ഷർട്ടും വാങ്ങിച്ചു കൊടുത്ത പോലീസുകാർ വരെയുണ്ട്. അതാ പറഞ്ഞത്, ഭരണം മാറിയതറിയാത്ത ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് കോൺഗ്രസ്സുകാർ സ്റ്റേഷനിലിട്ട് തല്ലിയ വിദ്വാനാണ് ഈ ആഘോഷത്തിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ശക്തി. ഞാൻ പേര് പറയും, മന്ത്രി ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പേര് പറഞ്ഞത് ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. അദ്ദേഹം മ്യൂസിയം സ്റ്റേഷനിൽ കോൺഗ്രസ്സുകാരെ തല്ലുന്ന ജോലിയായിരുന്നു കഴിഞ്ഞ 10 വർഷക്കാലം. ആ വിദ്വാനാണ് ആഘോഷത്തിൻ്റെ പിന്നിൽ. ED വിഷയത്തിൽ രാഷ്ട്രീയ വിശദീകരണത്തിന് ഒരുങ്ങുകയാണ് CPM. ഇന്ന് വൈകിട്ട് 5 മണിക്ക് കോഴിക്കോട് നടക്കുന്ന രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P നിഖിലിന്റെ വീട്ടിലും ഫ്ളാറ്റിലും അടക്കം ED പരിശോധന നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തുന്നത്. വീണ വിജയനെതിരായ ED റിപ്പോർട്ടിൽ അഭിപ്രായം പറയുന്നില്ലെന്ന് K മുരളീധരൻ. EDയുടെ കാര്യത്തിൽ കോൺഗ്രസിന് അന്നും ഇന്നും ഒരേ നിലപാടാണ്. കേന്ദ്ര സർക്കാരിന്റെ ആയുധമായി പ്രവർത്തിക്കുന്ന ഏജൻസിയാണ് ED എന്നും മന്ത്രി പറഞ്ഞു. EDയുടെ കാര്യത്തിൽ ഞങ്ങൾ അഭിപ്രായം പറയുന്നില്ല. കാരണം EDയോട് ഞങ്ങൾക്ക് എല്ലായിടത്തും ഒരേ നിലപാടാണ്. ED എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായി കേന്ദ്രത്തിൻ്റെ ഇടപെടൽ നടത്തുന്നൊരു സ്ഥാപനമാണ്. അതുകൊണ്ട് EDയുടെ ഒരു നിലപാടിനെയും കോൺഗ്രസ് അനുകൂലിക്കുന്നില്ല. അതുകൊണ്ട് ഈ കേസിൽ ഞങ്ങൾ ഇടപെടുന്നില്ല. അതതിൻ്റെ വഴിക്ക് നടക്കട്ടെ. വിശ്വസിക്കാഞ്ഞിട്ടല്ല, ഞങ്ങൾ അന്ന് പറഞ്ഞ കാര്യമാണ്. പക്ഷെ അത് ED അന്വേഷിക്കുമ്പോൾ അതിനെ ഞങ്ങൾ അത്ര പ്രോത്സാഹിപ്പിക്കുന്നില്ല. EDയെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. പ്രതിപക്ഷ ഉപനേതാവ് പദവി സംബന്ധിച്ച് പിണറായി വിജയന്റെ പരസ്യ പ്രസ്താവനയിൽ CPI കടുത്ത അതൃപ്തിയിലാണ്. വിഷയത്തിൽ വീണ്ടും കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടൽ തേടാനാണ് പാർട്ടിയുടെ നീക്കം. സഭയിൽ പ്രത്യേക ബ്ലോക്കായി ഇരിക്കണമെന്ന അഭിപ്രായവും അംഗങ്ങൾക്കിടയിൽ ഉയർന്നിട്ടുണ്ട്. CPIയുടെ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ പരസ്യ പ്രസ്താവന CPIയോടുള്ള വെല്ലുവിളിയാണെന്നും മുന്നണി മര്യാദയുടെ കടുത്ത ലംഘനമാണെന്നുമാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. വിഷയത്തിൽ കേന്ദ്ര നേതൃത്വങ്ങളുടെ ഇടപെടൽ വീണ്ടും തേടാനാണ് CPI നീക്കം. സഭയിൽ പ്രത്യേക ബ്ലോക്കായി ഇരിക്കണമെന്ന അഭിപ്രായവും CPI നേതാക്കൾക്കിടയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. പിണറായിയുടെ പ്രകോപനത്തിന് പിന്നിൽ മകൾ വീണയ്ക്കെതിരായ കേസിൽ CPM പ്രതിഷേധം ഉയർത്താത്തതാണെന്ന സംശയവും തുടരുകയാണ്.
LDFനെ പ്രതിസന്ധിയിലാക്കി 3 മാസമായി തുടരുന്ന പ്രശ്നമാണ് പ്രതിപക്ഷ ഉപനേതാവ് പദവി. എന്നാൽ എത്ര ദിവസം നീണ്ടാലും നിലപാട് മാറ്റാനും CPM-ന് മുന്നിൽ മുട്ടുമടക്കാനും തയ്യാറല്ല എന്ന സൂചനയാണ് CPI നേതൃത്വം നൽകുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പാലക്കാട് റെയിൽവേ വിഭജന നടപടിയിൽ പ്രതിഷേധം ശക്തമാക്കാനൊരുങ്ങി UDF എംപിമാർ. തിരുവോണ ദിനത്തിൽ പാലക്കാട് DRM ഓഫീസിന് മുന്നിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ എംപിമാർ ഉപവാസ സമരം നടത്തും. വിഷയത്തിൽ കേരളത്തിലെ BJP നിലപാട് വ്യക്തമാക്കണമെന്ന് എംപിമാരായ ET മുഹമ്മദ് ബഷീറും MK രാഘവനും ആവശ്യപ്പെട്ടു. ഒക്ടോബർ 1 മുതലാണ് മംഗളൂരു പ്രദേശം ദക്ഷിണ പശ്ചിമ റെയിൽവേയുടെ മൈസൂരു ഡിവിഷനിലേക്ക് മാറ്റാൻ തീരുമാനിച്ചത്. സദേൺ റെയിൽവേക്ക് കീഴിൽ നിലവിലുള്ള ആകെ 6 ഡിവിഷനുകളിൽ ഏറ്റവും ചെറിയ ഡിവിഷനായ പാലക്കാടിനെയാണ് റെയിൽവേ വിഭജിച്ചിരിക്കുന്നത്. ഇതിനു പിന്നിൽ കേന്ദ്ര സഹമന്ത്രി സോമണ്ണ എന്ന ആരോപണമാണ് എംപിമാരായ MK രാഘവനും ET മുഹമ്മദ് ബഷീറും ഉന്നയിച്ചത്. കേന്ദ്ര റെയിൽവേ സഹമന്ത്രി സോമണ്ണയാണ് ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ചത് കാര്യം ഒരു തർക്കം വേണ്ട. അതിൻ്റെ ഒരു രാഷ്ട്രീയ താല്പര്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ വിഷയത്തിൽ കേരളത്തിലെ BJP എന്തു പറയുന്നു? കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എന്തു പറയുന്നു? വിഭജന നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് തിരുവോണ ദിനത്തിൽ പാലക്കാട് DRM ഓഫീസിന് മുന്നിലെ എംപിമാരുടെ ഉപവാസ സമരത്തിന് പിന്നാലെ തുടർ സമരങ്ങളും ഉണ്ടാകും. കേരളത്തോടുള്ള ഈ അവഗണനയ്ക്കെതിരെയുള്ള പ്രക്ഷോഭത്തിൽ BJP CPM എംപിമാരുടെ സഹകരണം തേടുമെന്നും MK രാഘവൻ വ്യക്തമാക്കി. ഞങ്ങളുടെ ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല, മറ്റൊന്നുമില്ല. ആരുമായി ഞാൻ പറഞ്ഞില്ലേ, BJP പോലും വന്നാൽ ഞാൻ സഹകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. നാടിന്റെ പൊതുവായ വിഷയമാണ്. വിഷയത്തിൽ നിഗൂഢതയുണ്ടെന്ന് രാജ്മോഹൻ ഉണ്ണിത്താനും പ്രതികരിച്ചിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് എടുത്ത തീരുമാനം ദുരുപദേഷ്ടമാണ്, മാത്രമല്ല നിഗൂഢാത്മകമാണ്. ആ തീരുമാനം ഒരിക്കലും കേരളത്തിന് അംഗീകരിക്കാനാവില്ല. 1956 പാർലമെന്റിൽ നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിനായി രൂപീകരിച്ച പാലക്കാട് ഡിവിഷൻ 2007 കോയമ്പത്തൂർ പ്രദേശം നഷ്ടപ്പെട്ടതിന് ശേഷം നേരിടുന്ന രണ്ടാമത്തെ വലിയ വെട്ടിമുറിക്കലാണിത്. അമൃത ന്യൂസ്, കോഴിക്കോട്. പാലക്കാട് ഡിവിഷനെ അക്ഷരാർത്ഥത്തിൽ വിഭജിച്ചത് 1ാം UPA സർക്കാരാണെന്ന് PK കൃഷ്ണദാസ്. അന്ന് കോൺഗ്രസ് നേതാക്കൾ കാശിക്ക് പോയിരുന്നോ എന്നും അദ്ദേഹം ചോദിച്ചു. മംഗലാപുരം പാലക്കാട് ഡിവിഷനോടൊപ്പം ചേർന്നാലും മാറിയാലും റെയിൽവേ വികസന രംഗത്ത് യാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. മാത്രമല്ല, യാത്രക്കാർക്ക് ഒരു പ്രയാസവും പ്രശ്നവും ഇതുമൂലം ഉണ്ടാകാനും പോകുന്നില്ല. കഴിഞ്ഞ 12 വർഷക്കാലം മോദി സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ കേരളത്തിലും പ്രത്യേകിച്ച് പാലക്കാട് ഡിവിഷനിലും വികസന രംഗത്ത് വിസ്മയകരമായ വിപ്ലവമാണ് നടന്നിട്ടുള്ളത്. അത് മറയ്ക്കാനുള്ള ഒഡീഷ തീരത്തിന് സമീപം ബംഗാൾ ഉൾക്കടലിൽ പാനമ പതാക വഹിക്കുന്ന ചരക്ക് കപ്പൽ മുങ്ങി. സിംഗപ്പൂരിലേക്ക് ഇരുമ്പയിര് കയറ്റി പുറപ്പെട്ട MV ഓഷ്യൻ വിന്നർ എന്ന കപ്പലാണ് അപകടത്തിൽപ്പെട്ടത്. കപ്പലിൽ ഉണ്ടായിരുന്നത് 20 ചൈനീസ് പൗരന്മാർ ഉൾപ്പെടെ 24 ജീവനക്കാരാണ്. 2 പേരെ രക്ഷപ്പെടുത്തിയതായാണ് വിവരം. ഒഡീഷ തീരത്ത് നിന്ന് 240 നോട്ടിക്കൽ മൈൽ അകലെ ബംഗാൾ ഉൾക്കടലിലാണ് ഇന്നലെ രാത്രി ചരക്കു കപ്പൽ അപകടത്തിൽപ്പെട്ടത്. പാരാദ്വീപ് തുറമുഖത്ത് നിന്ന് സിംഗപ്പൂരിലേക്ക് പോവുകയായിരുന്ന പനാമ പതാക വഹിക്കുന്ന MV ഓഷ്യൻ വിന്നർ കപ്പലുമായുള്ള സിഗ്നൽ സംവിധാനം നഷ്ടപ്പെടുകയായിരുന്നു. പിന്നീടുള്ള അന്വേഷണത്തിൽ കപ്പൽ മുങ്ങിയതായി കണ്ടെത്തി. 20 ചൈനീസ് പൗരന്മാരും മ്യാൻമറിൽ നിന്നുള്ള 3 പേരും ഒരു ബംഗ്ലാദേശിയും ഉൾപ്പെടെ 24 ജീവനക്കാരാണ് കപ്പലിലുണ്ടായിരുന്നത്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും നാവികസേനയും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. 1700 ടൺ ഇരുമ്പയിരാണ് കപ്പലിലുണ്ടായിരുന്നത്. അപകട കാരണം എന്താണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. പ്രദേശത്തുകൂടി കടന്നുപോകുന്ന മറ്റു കപ്പലുകൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ഗുരുവായൂരിൽ ഇന്ന് റെക്കോർഡ് വിവാഹങ്ങളാണ്. 437 വിവാഹങ്ങളാണ് ക്ഷേത്രത്തിൽ നടത്താൻ രസീതാക്കിയിരിക്കുന്നത്. ദേവസ്വത്തിന് കീഴിൽ വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയതോടെ പുലർച്ചെ മുതൽ വിവാഹങ്ങൾ ആരംഭിച്ചു. ആറ് മണ്ഡപങ്ങളിലായി പുലർച്ചെ 4 മണി മുതൽ വിവാഹങ്ങൾ ആരംഭിച്ചു. മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിന് തെക്കുഭാഗത്ത് നടപ്പന്തലിലെത്തി ടോക്കൺ വാങ്ങിയ ശേഷം വിവാഹ സംഘങ്ങളെ മണ്ഡപത്തിലേക്ക് കടത്തിവിട്ടു. കിഴക്കേ നടയിൽ 1-ാം നമ്പർ മണ്ഡപത്തിൽ ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ് ഭദ്രദീപം തെളിയിച്ചതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. 444 കല്യാണം ഗുരുവായൂർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഗുരുവായൂരിന്റെ ഇന്ന് വരെയുള്ള ചരിത്രത്തിൽ ഏറ്റവും കൂടുതലാണ്. എല്ലാ സജ്ജീകരണവും ചെയ്തിട്ടുണ്ട്. ഇപ്പം രജിസ്റ്റർ ചെയ്യുന്നവരുണ്ട്, അവർക്കും വേണ്ട സജ്ജീകരണം ചെയ്തിട്ടുണ്ട്. ഒരാൾക്ക് പോലും ഒരു നിയന്ത്രണവുമില്ലാതെ സൗകര്യപരമായ രീതിയിൽ
വിവാഹം നടത്താനുള്ള സംവിധാനം ഞങ്ങൾ തീർന്നു. ഇതിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, ആരോഗ്യം, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഇന്ന് ഈ സ്ഥലത്തുണ്ട്. തിരക്ക് ക്രമീകരിക്കാൻ ക്ഷേത്ര പരിസരത്ത് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. പുലർച്ചെ 3:30 മണിയോടെ പ്രദേശത്ത് സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിരുന്നു. അമൃത ന്യൂസ്, തൃശൂർ. നാടും നഗരവും ഓണാഘോഷ തിരക്കുകളിലേക്ക് എത്തിക്കഴിഞ്ഞു. പൂവിപണിയും സജീവമാണ്. ബന്ദിപ്പൂവ് ഒഴികെയുള്ള പൂവുകൾക്ക് വലിയ വിലയാണ് വിപണിയിൽ. ഓണം എന്നാൽ പൂക്കളമായതുകൊണ്ട് തന്നെ വലിയ വില കൊടുത്തും പൂവ് വാങ്ങി മടങ്ങുകയാണ് പലരും. മലയാളികളുടെ അത്തപ്പൂക്കളങ്ങൾ മനോഹരമാക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും എത്തുന്ന പൂക്കളാണ്. ഇത്തവണയും അക്കാര്യങ്ങൾ പതിവ് പോലെയാണ്. പൂക്കളെല്ലാം നേരത്തെ തന്നെ തെരുവുകളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ബന്ദിപ്പൂവിന് മാത്രമാണ് വില കുറവുള്ളത്. ജമന്തിയും റോസാപ്പൂവുമെല്ലാം ലഭിക്കണമെങ്കിൽ വലിയ വില നൽകണം. വെള്ള നിറത്തിലെ പൂവുകൾക്കാണ് വില അധികമായി വന്നിട്ടുള്ളത്. 400 മുതൽ 800 രൂപ വരെയാണ് പലതിന്റെയും വില. കോയമ്പത്തൂരിൽ നിന്നും ബംഗളൂരുവിൽ നിന്നുമാണ് പൂക്കൾ അധികവും എത്തുന്നത്. ഇത് കോയമ്പത്തൂർ, പിന്നെ ഒസൂർ, ബാംഗ്ലൂർ അവിടെ നിന്നൊക്കെ വരുന്ന പൂവ്. ഈ വൈറ്റ് പൂവൊക്കെ ബാംഗ്ലൂരിൽ നിന്ന് പറഞ്ഞത്, ബാക്കിയൊക്കെ ഇവിടെ കോയമ്പത്തൂർ എന്ന് പറയും. ഇതൊക്കെ കോയമ്പത്തൂർ എന്ന് പറഞ്ഞതാണ്. കൂടുതലെന്ന് വെച്ചാൽ ഈ വൈറ്റാണ്. വൈറ്റ് പൂവിന് ഏറ്റവും കൂടുതൽ വില. അത് 600-650 ഉണ്ട്. എത്ര വില കയറിയാലും അത്തപ്പൂക്കളം ഒഴിവാക്കാൻ പറ്റാത്തതിനാൽ പൂ വാങ്ങി മടങ്ങുന്നവരാണ് അധികവും. വില അത്യാവശ്യം ഉണ്ട്, നല്ല രീതിക്ക് ഉണ്ട്, വാങ്ങുന്നുണ്ട്. നമുക്ക് ഓഫീസിലേക്ക് വേണ്ടിയിട്ട് വിലയൊക്കെ നല്ല വിലയാണ്. എന്നാലും നമ്മൾ ആവശ്യത്തിന് വാങ്ങുമല്ലോ. കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് അവർക്ക് കാണാൻ ഓണം വേണം. എല്ലാ ദിവസവും ലോഡ് കണക്കിന് പൂക്കളാണ് എറണാകുളം ജില്ലയുടെ നഗരപ്രദേശങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. മൊത്ത വ്യാപാരികളിൽ നിന്ന് വാങ്ങി ചില്ലറ കച്ചവടം നടത്തുന്നവരും നിരവധിയുണ്ട്. ഏതായാലും പൊതുവെയുള്ള വില വർധനവ് ഓണത്തിന് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായ പൂക്കളെയും ബാധിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി. പ്രകൃതിയുടെ തിരിച്ചടികൾക്ക് മുന്നിൽ പതറാതെ അധ്വാനത്തിന്റെ കരുത്തുമായി തിരിച്ചുവരവ് നടത്തുകയാണ് പത്തനംതിട്ട വകയാറിലെ കർഷകർ. പ്രളയം വിതച്ച നാശനഷ്ടങ്ങളെ അതിജീവിച്ച് നാടിന്റെ ഓണവിപണി സമൃദ്ധമാക്കാൻ വകയാർ VFPCK വിപണി സജ്ജമായി കഴിഞ്ഞു. മധ്യ തിരുവിതാംകൂറിന്റെ ഓണസദ്യയ്ക്ക് സ്വാഗതൻ വകയാറിൽ നിന്നുള്ള ഏത്തക്കുലകൾ വിപണി കീഴടക്കുന്ന വിശേഷങ്ങൾ കാണാം. മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും വലിയ കാർഷിക വിപണിയായ പത്തനംതിട്ട വകയാറിലേക്ക് ഓണനാളുകളിൽ ആളുകൾ ഒഴുകിയെത്തുകയാണ്. ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 12 മണിയോടെ ആരംഭിക്കുന്ന വിപണിയിൽ നിന്നും ഏത്തവാഴക്കുലകൾ വാങ്ങാനായി ജില്ലയ്ക്കകത്തും പുറത്തുനിന്നും നിരവധി മൊത്തക്കച്ചവടക്കാരും ഉപഭോക്താക്കളുമാണ് എത്തുന്നത്. ഇത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു വിപണിയാണ്. കർഷകർക്ക് നല്ല വില കിട്ടുന്നുണ്ട്. പിന്നെ വ്യാപാരികൾക്കും എല്ലാ വിഭവങ്ങളും ഇവിടെ നിന്നും കിട്ടും. പിന്നെ കാച്ചിൽ, ചേന, കൃഷി വിഭവങ്ങളെല്ലാം ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ ലേലം നടക്കുന്നു. ഈ കൊല്ലം പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും നല്ല വിപണിയായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. പ്രകൃതിക്ഷോഭങ്ങളിലും വന്യമൃഗശല്യത്തിലും തളരാതെ വിളവുകളെല്ലാം ശ്രദ്ധയോടെ പരിപാലിച്ചാണ് കർഷകർ വിപണിയിലെത്തിക്കുന്നത്. വളരെ വലിയ വിപണിയാണ്. എല്ലാ തരത്തിലുള്ള കാർഷിക വിഭവങ്ങളും ഇവിടെയുണ്ട്. കൃഷിക്കാർക്ക് വളരെ നല്ല വിലയും കിട്ടുന്ന ഒരു കാര്യമാണ്. ഇത് വളരെ ഭംഗിയായിട്ടാണ് ഇതുവരെ പോകുന്നത്. അപ്പോൾ ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കർഷകരെ സംബന്ധിച്ച് ഇത് വളരെ നല്ലൊരു കാര്യമാണ്. പിന്നെ നമുക്ക് വളരെ സൗകര്യമാണ്. ഇവിടെ അടുത്ത പ്രദേശങ്ങളിലുള്ള ആൾക്കാരെല്ലാം ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. നല്ല വിലയും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് വളരെ സന്തോഷമായിട്ട് എല്ലാവർക്കും കർഷകരെ സംബന്ധിച്ച് ഇതൊരു വളരെ സഹായമാണ്. ഏത്തവാഴക്കുലകൾ മാത്രമല്ല, ഓണസദ്യവട്ടങ്ങൾക്കായുള്ള ചേന, കാച്ചിൽ, ഇഞ്ചി തുടങ്ങി മറ്റു കാർഷിക ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. കർഷകർക്ക് അർഹമായ വില ഉറപ്പാക്കാൻ VFPCKക്ക് സാധിക്കുന്നുണ്ടെന്ന് ഭാരവാഹികളും വ്യക്തമാക്കുന്നു. VFPCKയുടെ പ്രവർത്തനം കൃഷിക്ക് ഇത് നമ്മൾ വിത്ത് തൊട്ട് വിപണി വരെ എന്നുള്ള ശ്ലോകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. 2005 ഫോം ചെയ്ത വിപണിയാണ്. അപ്പോൾ അന്ന് കേരള ഒട്ടാകെ VFPCKയുടെ നേതൃത്വത്തിൽ 200 സിസ്റ്റം വിപണി ഫോം ചെയ്തിട്ടുണ്ട്. അന്ന് ഫോം ചെയ്താണ് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ 21 വിപണിയുടെ കൂട്ടത്തിലൊരു വിപണിയാണ്. ജില്ലയിലെ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന ഒരു വിപണിയാണ്. അപ്പോൾ ഇവിടെ ഏതാണ്ട് ഒരു 24 സ്വാശ്രയ കർഷക ഗ്രൂപ്പുകളുണ്ട്. ഒരു ഗ്രൂപ്പ് എന്ന് പറയുമ്പം 10 കൃഷിക്കാർ തൊട്ട് 25-30 കൃഷിക്കാർ വരെയുള്ള സ്വാശ്രയ ഗ്രൂപ്പുകളാണ്. ആ സ്വാശ്രയ ഗ്രൂപ്പുകൾ കൃഷി ചെയ്യുന്ന സാധനങ്ങളാണ് ഇവിടെ കൊണ്ടുവരുന്നത്. അപ്പോൾ അവർക്ക് സാങ്കേതികമായി കൃഷിയെ സംബന്ധിച്ചുള്ള കൂടുതൽ ഉപദേശങ്ങളും വളപ്രയോഗത്തെക്കുറിച്ചുള്ള കാര്യങ്ങളും ഒക്കെ VFPCKയുടെ നേതൃത്വത്തിൽ കൊടുക്കുന്നുണ്ട്. പ്രതികൂല സാഹചര്യങ്ങളെ പോലും കാർഷിക സമൃദ്ധി കൊണ്ട് തോൽപ്പിച്ച വകയാറിലെ കർഷകർക്ക് ഇനി ഓണനിറവിലേക്ക് മനസ്സു തുറക്കാം. അമൃത ന്യൂസ്, പത്തനംതിട്ട. ക്രമസമാധാനം കാക്കുന്നവർ തമ്മിലടിച്ചാലോ? അങ്ങനെ ഒരു റിപ്പോർട്ടിലേക്കാണ്. ജയിലിൽ ഓണാഘോഷത്തിനിടെ തമ്മിലടിച്ച ഉദ്യോഗസ്ഥർ. പൂജപ്പുര ജയിൽ വളപ്പിൽ നടന്ന പോലീസ് മേഖലാ ഓണാഘോഷത്തിലാണ് സംഭവം. ആഘോഷത്തിന്റെ ഭാഗമായി രാത്രി നടന്ന DJ പാർട്ടിക്കിടെയാണ് ഉദ്യോഗസ്ഥർ ഏറ്റുമുട്ടിയത്.
സംഘർഷത്തിൽ ഒരാൾക്ക് കണ്ണിന് പരിക്കേറ്റു. ഇയാളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഓണാഘോഷത്തിന്റെ തിരക്കിനിടെ സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാവുകയാണ്. കാലാവസ്ഥാ മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്, പത്തനംതിട്ട ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. ഉത്രാടം ദിനം വരെ വിവിധ ജില്ലകളിൽ മഴ തുടരും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. ഇതോടെ തിരുവോണ ദിനത്തിലും മഴയുണ്ടാകുമോ എന്നുള്ള ആശങ്കയും ഉയർന്നിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിലും ഒഡീഷ, ആന്ധ്രാ തീരത്തും രൂപം കൊണ്ട ചക്രവാത ചുഴിയാണ് മഴയ്ക്ക് കാരണം. പത്തനംതിട്ട റാന്നി താലൂക്ക് ആശുപത്രിയിൽ ജീവനക്കാർക്ക് മർദ്ദനം. സംഭവത്തിൽ 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പത്തനംതിട്ട സ്വദേശികളായ ദീപു, ജുബിൻ എന്നിവരെയാണ് റാന്നി പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ശനിയാഴ്ച രാത്രി 11 മണിയോടെയായിരുന്നു സംഭവം. ആശുപത്രിയിലെത്തിയ പ്രതികളോട് ക്യൂ നിൽക്കാൻ ആവശ്യപ്പെട്ടതാണ് തർക്കത്തിന് കാരണമായത്. തുടർന്ന് പ്രകോപിതരായ ഇരുവരും ചേർന്ന് ആശുപത്രിയിലെ ശുചീകരണ തൊഴിലാളികളെയും സെക്യൂരിറ്റി ജീവനക്കാരെയും മർദ്ദിക്കുകയായിരുന്നു. ജീവനക്കാരുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് പ്രതികളെ ഉടൻ തന്നെ കസ്റ്റഡിയിലെടുത്തു. യുവാക്കളെ കൂടെ നിർത്താനും സർക്കാരിന്റെ ജനക്ഷേമ വികസന പദ്ധതികൾക്ക് കൂടുതൽ പ്രചാരണം നൽകാനും പുതിയ ഭാരവാഹികളോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശം. വന്ദേമാതരം വിഷയത്തിൽ രാജ്യവ്യാപക പ്രചാരണ പരിപാടി നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. ഭരണാധികാരിയായി നരേന്ദ്രമോദി 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി BJP 1 മാസം നീളുന്ന പ്രചാരണ പരിപാടികളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉത്തർപ്രദേശ്, പഞ്ചാബ് ഉൾപ്പെടെയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത പശ്ചാത്തലത്തിൽ താഴെത്തട്ടിൽ സംഘടന ശക്തിപ്പെടുത്താനുള്ള ചർച്ചകളാണ് BJP നേതൃയോഗത്തിൽ ഉണ്ടായത്. വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളുടെ പശ്ചാത്തലത്തിൽ യുവാക്കളെ കൂടെ നിർത്താനുള്ള കാര്യപരിപാടികൾ തീരുമാനിച്ചു. പുതുതലമുറയെ ചേർത്ത് നിർത്തണമെന്നും കേന്ദ്ര സർക്കാരിന്റെ ജനസേവ വികസന പദ്ധതികളുടെ പ്രചാരണം ശക്തമാക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുതിയ ഭാരവാഹികളോട് നിർദ്ദേശിച്ചു. വന്ദേമാതരം 2 ചരണം മാത്രം പാടിയാൽ മതിയെന്ന കോൺഗ്രസിന്റെ നിലപാട് തുറന്നുകാട്ടി രാജ്യവ്യാപക പ്രചാരണ പരിപാടി നടത്തും. വന്ദേമാതരത്തിന്റെ ചരിത്രവും പ്രാധാന്യവും ഒപ്പം കോൺഗ്രസ് വന്ദേമാതരം വെട്ടിച്ചുരുക്കാനുള്ള കാരണവും വിശദീകരിക്കാനാണ് നിർദ്ദേശം. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം ജനങ്ങൾക്കിടയിൽ ചർച്ച ചെയ്യാനും നിർദ്ദേശം നൽകി. വന്ദേമാതരം ആദ്യത്തെ 2 ഭാഗങ്ങൾ മാത്രമായി ചുരുക്കാനുള്ള കോൺഗ്രസ് പ്രവർത്തക സമിതി തീരുമാനത്തെ അപലപിച്ച് BJP പ്രമേയം പാസാക്കിയിരുന്നു. ഭരണാധികാരിയായി നരേന്ദ്രമോദി 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി 1 മാസം നീളുന്ന പ്രചാരണ പരിപാടികൾ നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ശ്രീലങ്കയ്ക്കെതിരായ ടെസ്റ്റ് പരമ്പരയിലെ 2ാം മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തുടരുന്നു. 18 റൺസ് എടുത്ത KL രാഹുലും 45 റൺസ് എടുത്ത യശസ്വി ജയ്സ്വാളും പുറത്തായി. സ്കോർ 2-122 എന്ന നിലയിലാണ്. കൊളംബോയിലെ SSC സ്റ്റേഡിയത്തിലാണ് മത്സരം. ആദ്യ ടെസ്റ്റിൽ 165 റൺസിന്റെ ജയം നേടിയ ഇന്ത്യ 2 മത്സരങ്ങളുള്ള പരമ്പരയിൽ 1-0 മുന്നിലാണ്. ഉച്ചവാർത്ത പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകളുടെ അപ്ഡേഷൻസ് ഒക്കെ വരുന്നുണ്ട്. അത് അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണാം. നമസ്കാരം.